എന്നൊരു ചോദ്യമില്ല കേട്ടോ. ഉണർന്നെണീക്കാൻ സാധിച്ചതിന് നന്ദി പറയുക. ആ നന്ദി പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്ന ഓരോ കാര്യത്തിനും ഇതേ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു രൂപ നിങ്ങൾക്ക് വഴി കിടന്ന് കിട്ടി, കിട്ടുന്ന പണത്തിൻ്റെ മൂല്യമല്ല. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് പ്രകൃതിയുടെ സന്ദേശമാണ്. ആ സന്ദേശം നിങ്ങൾ ഉൾക്കൊള്ളുക, അത് കുനിഞ്ഞെടുക്കുക, വളരെ ഭവ്യതയെടുക്കുക. എന്നിട്ട് പ്രപഞ്ചത്തിന് എത്ര കോടി കിട്ടിയോ അത്രയും സന്തോഷത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നന്ദി പറയുക. മൂല്യം നോക്കരുത്. 1 രൂപയായിക്കോട്ടെ 10 രൂപയായിക്കോട്ടെ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ കൺമുമ്പിൽ അങ്ങനെ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ, നിലത്ത് കിടന്ന് കിട്ടുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും വെച്ച് മറന്ന് കിട്ടുന്നുണ്ടെങ്കിൽ, അപ്പോഴേക്കും നിങ്ങൾ അതിന് നന്ദി പറഞ്ഞ് പ്രപഞ്ചത്തിനൊരു സന്ദേശം കൊടുക്കുക. ഞാൻ ബെസ്റ്റ് സ്വീകർത്താവാണ്, ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്, എനിക്ക് തന്നുകൊള്ളുക. എങ്ങോട്ടേക്കാണോ നിങ്ങളുടെ ശ്രദ്ധ പോകുന്നത് അങ്ങോട്ടേക്കാണ് എനർജി ഒഴുകുക. എവിടെയാണ് പണത്തിന് ഒഴുകിയെത്താൻ തോന്നേണ്ടത്, അതേപോലെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്തകളെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പണം ഒഴുകിയെത്തുമ്പോൾ നിങ്ങൾ ലിമിറ്റ് വെക്കാൻ നിൽക്കരുത്. ലൈക്ക് ഞാനിത് അർഹനാണോ. നിങ്ങൾ എപ്പോഴും മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, ഐ ഡിസർവ് ദിസ്, ഞാനിത് അർഹിക്കുന്നു. എൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരാൾ എന്നോടൊന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. സാറേ, ഞാൻ അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയുണ്ട്, നല്ലവണ്ണം പൈസ വരുന്നുണ്ട്, നല്ല സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ നോക്കൂ സാർ, എൻ്റെ ചുറ്റുവട്ടത്ത് മുഴുവൻ കഷ്ടപ്പെടുന്നവരും ദരിദ്രരുമാണ്. അപ്പോൾ ഇവരെ കണ്ടുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് സന്തോഷിക്കാൻ പറ്റുക? നമ്മൾ അവരോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്താവാൻ ആഗ്രഹിക്കുന്നു? ഇവരെ പോലെ തന്നെ പാപ്പരാൻ ആഗ്രഹിക്കുന്നു. ഇനി നിങ്ങളും അവരെ പോലെ പാപ്പരായെന്ന് കരുതുക. അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക്